അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകർക്ക് കാരുണ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് കാരുണ്യമായി കൊണ്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനം സത്യവിശ്വാസികൾക്ക് അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. തീർച്ചയായും സത്യവിശ്വാസികളിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കുക വഴി അള്ളാഹു മഹത്തായ അനുഗ്രഹമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് ഗ്രന്ഥവും ജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ. അവരാകട്ടെ മുമ്പ് വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. സത്യവിശ്വാസികളെ, നിങ്ങളും നബിയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സ്വല്ല അലയ്യ വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി അശ്റ. ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ മേൽ അള്ളാഹു 10 സ്വലാത്ത് ചൊരിയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദ സ്വല്ലല്ലാഹു അലൈഹി അശ്റ സ്വലവാത്തിൻ വഹുത്തത് അൻഹു അശ്റു ഖതീആത്തിൻ വറുഫിഅത് ലഹു അശ്റു ദറജാത്തിൻ. ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ മേൽ 10 സ്വലാത്തുകൾ ചൊരിയും. അവനിൽ നിന്ന് 10 തെറ്റുകൾ പൊഴിച്ചു കളയപ്പെടുകയും അവന് 10 പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്നതാണ്. നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ, രാത്രിയിലോ പകലിലോ, വഴിയിലോ വീട്ടിലോ എവിടെ വെച്ചും സ്വലാത്ത് ചൊല്ലാവുന്നതാണ്. പന്തലുകളിലേക്കും മൈതാനങ്ങളിലേക്കും സ്വലാത്ത് ചൊല്ലുവാൻ വേണ്ടി വിളിക്കുകയും പോവുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയ്ക്ക് എതിരാണ്. സ്വലാത്ത് ചൊല്ലുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സച്ചരിതരായ സ്വഹാബികളോ ഒരു സദസ്സ് സംഘടിപ്പിക്കുകയോ മൈതാനത്തിൽ ഒരുമിച്ച് കൂടുകയോ ചെയ്തതായി നമ്മൾക്ക് കാണുവാൻ കഴിയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുവാൻ ഒരു പണത്തിൻ്റെയും ആവശ്യമില്ല. അതുകൊണ്ട് ധനനഷ്ടമില്ലാത്ത, 5 പൈസ ചിലവില്ലാത്ത, എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന, പാപങ്ങൾ പൊഴിഞ്ഞു പോകുവാൻ കാരണമാകുന്ന, അള്ളാഹുവിൻ്റെ അടുക്കൽ പദവികൾ ഉയരുവാൻ കാരണമാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്തുകൾ നമ്മൾ ധാരാളം വർദ്ധിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം. നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിൻ്റെ കണക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അത് എത്തിക്കുവാൻ ഒരാളെയും ഏൽപ്പിക്കേണ്ടതുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വല്ലു അലയ്യ ഫഇന്ന സ്വലാത്തക്കും തബ്ലുഗ്നി ഹൈസു കുൻതും. നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. നിങ്ങളുടെ സ്വലാത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും എന്നിലേക്ക് എത്തുന്നതാണ്.
ചൊല്ലിയ സ്വലാത്തിൻ്റെ കണക്ക് അയച്ചു കൊടുക്കണമെന്നും എല്ലാവരുടെയും സ്വലാത്തുകൾ ഒരുമിച്ച് കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ചില വാട്സപ്പ് സ്വലാത്ത് ഗ്രൂപ്പുകാർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അത്തരക്കാരുടെ കെണിയിലൊന്നും കുടുങ്ങി മഹത്തായ സ്വലാത്തിൻ്റെ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുവാൻ അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.